ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 7 ഞങ്ങളുടെ വലിയ പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുസ്വരൂപം നഗരി കാണിക്കൽ പ്രദർശനമാണ്. പ്രദർശനം പുളിങ്കുന്ന് വലിയ പള്ളിയിൽ നിന്നും തുടങ്ങി പുളിങ്കുന്ന് ജങ്കാർക്കടവിനടുത്തുള്ള കിഴക്കേ തലക്കൽ കുരിശുപള്ളി വരെയാണ് പ്രദർശനം. ഈ രൂപം എടുക്കുന്ന ചേട്ടന്മാരെയാണ് ശരിക്കും സമ്മതിക്കേണ്ടത്. പറയുമ്പോൾ വലിയ ദൂരമൊന്നുമില്ല വലിയ പള്ളിയിൽ നിന്നും കുരിശുപള്ളി വരെ. പക്ഷേ എങ്കിൽ പോലും ഇത്രയും ഭാരമുള്ള രൂപം വളരെ പതിയെ ശ്രദ്ധയോടെ കൊണ്ടുപോകണമെങ്കിൽ നല്ല ക്ഷമ വേണം. അതിനുള്ള അനുഗ്രഹം അവർക്ക് കിട്ടും. ഇന്നത്തെ പ്രദർശനത്തിന് ശരിക്കും തിരക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ കൂടെയാണ് നടന്ന പ്രദർശനത്തിൽ പങ്കാളിയായത്. അതുകൊണ്ട് വളരെ കുറച്ച് വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചുള്ളൂ. പ്രദർശനം നടക്കുന്ന വഴികളിലുള്ള വീടുകളിലും കടകളിലും ഒക്കെ നല്ലപോലെ അലങ്കരിച്ച് ബൾബൊക്കെ ഇട്ടാണ് ഭക്തസമൂഹം ഭക്തിയോടെ പരിശുദ്ധ കന്യാമറിയത്തിനെ സ്വീകരിക്കുന്നത്. അങ്ങനെ പ്രദർശനം കുരിശുപള്ളിയിലെത്തി തിരിച്ച് വെല്ലുപള്ളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇവിടുന്ന് പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ധാരാളം തീർത്ഥാടകരും എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു പ്രദർശനത്തിൻ്റെ സമയത്ത്. തിരുസ്വരൂപം ഇങ്ങനെ ഉയർത്തുന്നതിനൊരു കാരണമുണ്ട്. പ്രദർശനം നടക്കുന്ന വഴികളിൽ ഉള്ളിലേക്കുള്ള മറ്റ് ചെറിയ ഇടവഴികളൊക്കെ കാണും. അവിടേക്ക് രൂപം എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ രൂപത്തിൻ്റെ ദർശനം എത്തിക്കാനും അവിടെ കൂടി നിൽക്കുന്ന ഒരു ഭക്തസമൂഹം ഉണ്ടായിരിക്കും. അവർക്ക് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആശീർവാദം കൊടുക്കാനും വേണ്ടിയിട്ടാണ് രൂപം അങ്ങനെ പൊക്കുന്നത്. അങ്ങനെ പ്രദർശനം അവസാനിച്ചു. തിരിച്ച് വലിയ പള്ളിയിലെത്തി. തിരുസ്വരൂപം ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രധാന കാർമ്മികൻ്റെ ആശീർവാദ പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരും തിരുസ്വരൂപം വണങ്ങി പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ച് നേർച്ചയിട്ട് തിരുസ്വരൂപമൊക്കെ മുത്തുന്ന തിരക്കിലാണ്. നാളെ 8-ാം തീയതിയാണ് പ്രധാന തിരുനാൾ. രാവിലെ 9 മണിക്കാണ് പെരുന്നാൾ കുർബാന തുടങ്ങുന്നത്. തുടർന്ന് പ്രദർശനം വൈകിട്ട് കൊടിയിറക്കലുമാണ്. പിന്നെ നാളെ രാത്രി 7 മണിക്ക് പള്ളിയിൽ നാടകമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ കാണുന്ന സാധനം ഒരു മെഴുകുതിരിയാണ്. ഞങ്ങൾ യുദീപ്തിക്കാരാണ് ഇത് വിൽക്കുന്നത്. 150 രൂപയാണ് ഇതിന്. ഇതൊരു മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് കണ്ടെത്താനുള്ള മാർഗ്ഗമാണ്. കുറേ പേരൊക്കെ ഞങ്ങളോട് സഹകരിച്ചു. പണം GPay ആയിട്ടോ ക്യാഷ് ആയിട്ടോ തരാം. ഇനിയും കൂടുതൽ ആൾക്കാർ സഹകരിക്കണം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. പിന്നെ ഞങ്ങൾ യുദീപ്തിക്കാരുടെ കടയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എന്നാലും എന്തെങ്കിലും ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വന്നാൽ മതി. ബജ്ജിയോ നാരങ്ങ വെള്ളമോ എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ പള്ളിക്ക് പുറത്തും മറ്റ് പെരുന്നാൾ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിപ്പാട്ടവും ചെറിയ പലഹാരങ്ങളും സ്ത്രീകൾക്ക് ഈ കമ്മലും വളയും എന്തു വേണമെങ്കിലും ഇവിടെ വന്നാൽ കിട്ടും. അപ്പം എല്ലാവരും പെരുന്നാളിന് വരണം. എല്ലാവരും നാളത്തെ പെരുന്നാളിന് വന്ന് പങ്കെടുക്കണം. അപ്പം ഹാപ്പി പെരുന്നാൾ.